കൈ-സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. ഇപ്പം രണ്ട് രീതിയിലുള്ള കൈ-സ്ക്വയർ ടെസ്റ്റുകളുണ്ടെന്ന് പറഞ്ഞിരുന്നു. കൈ-സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസും അതുപോലെ കൈ-സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റും. ഇപ്പം ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പം രണ്ട് കാറ്റഗറിക്കൽ വേരിയബിൾസ് തമ്മിലുള്ള അസോസിയേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഡിറ്റർമിൻ ചെയ്യാനാണെന്ന് പറഞ്ഞു. അതേപോലെ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സിംഗിൾ കാറ്റഗറിക്കൽ വേരിയബിൾ മാച്ചസ് ആൻ എക്സ്പെക്റ്റഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതായത് ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് കൈ-സ്ക്വയർ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു എക്സാമ്പിൾ ത്രൂ പറയാം. അതായത് എ ടീച്ചർ ബിലീവ്സ് ദാറ്റ് സ്റ്റുഡൻസ് ഈക്വലി പ്രിഫർ 4 ടൈപ്സ് ഓഫ് ലേണിംഗ് ആക്ടിവിറ്റീസ്. അപ്പം ആ ടൈപ്സ് ഓഫ് ലേണിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ലെക്ചർ, ദെൻ ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ലാബ് വർക്ക് ആൻഡ് പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ്. അങ്ങനെ 4 ടൈപ്സ് ഓഫ് ലേണിംഗ് ആക്ടിവിറ്റീസാണ് സ്റ്റുഡൻസ് ഈക്വലി പ്രിഫർ ചെയ്യുന്നത് എന്നാണ് ടീച്ചർ ബിലീവ് ചെയ്യുന്നത്. അപ്പം ആ ബിലീഫ് കറക്റ്റാണോ റോങ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഷീ സർവേഡ് 80 സ്റ്റുഡൻസ്. അപ്പം 80 സ്റ്റുഡൻസിൽ ഒരു സർവേ കണ്ടക്ട് ചെയ്തപ്പോൾ അവരുടെ റെസ്പോൺസസ് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലെക്ചർ മെത്തേഡ് പ്രിഫർ ചെയ്യുന്ന 10 നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ പ്രിഫർ ചെയ്യുന്ന 30 നമ്പർ ഉണ്ട്. ദെൻ ലാബ് വർക്ക് ആണെങ്കിൽ 25 നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതുപോലെ പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് പ്രിഫർ ചെയ്യുന്ന 15 നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം നമുക്കിവിടെ നോക്കേണ്ടത് എന്താണ്, ആ ഒരു ടീച്ചറിൻ്റെ എക്സ്പെക്റ്റേഷൻ, അതായത് ഈക്വലി പ്രിഫർ 4 ടൈപ്സ് ഓഫ് ലേണിംഗ്. അപ്പം പറയുന്നത് ഈ 4 രീതിയിലുള്ള ലേണിങ്ങും ഈക്വലി പ്രിഫർ ചെയ്യുന്നു എന്നുള്ളതാണ് ടീച്ചറിൻ്റെ അസംഷൻ. അപ്പോൾ ആ ഒരു അസംഷൻ കറക്റ്റാണോ റോങ് ആണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആ ഒരു ഈക്വൽ പ്രിഫറൻസ്, അതായത് ഈ ഗ്രൂപ്പിൽ ഈ 80 നമ്പർ ഓഫ് സ്റ്റുഡൻസ് എടുത്ത് എല്ലാവരും ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് ടീച്ചറിൻ്റെ അസംഷൻ. അപ്പം നമുക്ക് ആ ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഈ ഒരു കൈ-സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് വഴി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്കറിയാം, ഇവിടെ ഒബ്സേർവ്ഡ് ഫ്രീക്വൻസീസ് ആണ് ഈ 10, 30, 25, 15. കാരണം ആ ഒരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു സർവേ കണ്ടക്ട് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട്സ് ആണ് 10, 30, 25, 15 എന്നൊക്കെ പറയുന്നത്. അപ്പം കൈ-സ്ക്വയറിൻ്റെ ആ ഒരു ഫോമാറ്റിലേക്ക് പോകുമ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ നൾ ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഫോമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ഹാവ് ഈക്വൽ പ്രിഫറൻസസ് ഫോർ ഓൾ 4 ആക്ടിവിറ്റീസ് അല്ലേ. അപ്പം എല്ലാ ആക്ടിവിറ്റീസിലും ഈക്വൽ പ്രിഫറൻസ് ആണ്. പിന്നെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റുഡൻസ് ഹാവ് അൺഈക്വൽ പ്രിഫറൻസസ് ഫോർ ആൾ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇവിടെ പറഞ്ഞു ടീച്ചറിൻ്റെ അസംഷൻ എന്ന് പറഞ്ഞാൽ ഈക്വലി പ്രിഫർ 4 ടൈപ്സ് ഓഫ് ലേണിംഗ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുമ്പം തന്നെ ഈക്വൽ പ്രിഫറൻസ് അല്ല എന്നുള്ളത് കിട്ടുന്നുണ്ട്. ബട്ട് വി ഹാവ് ടു ചെക്ക് അല്ലേ. അപ്പം എല്ലാവർക്കും ഈക്വലി അത് നമുക്കിപ്പം സ്റ്റാറ്റിസ്റ്റിക്കലി ചെക്ക് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ അത് സിഗ്നിഫിക്കൻ്റ് ആണോ ഇല്ലയോ എന്നുള്ളത്. അല്ലാണ്ട് നമുക്കിപ്പം ജസ്റ്റ് ഒരു സ്കോറ് കണ്ടിട്ട് അത് ഈക്വൽ പ്രിഫറൻസ് ആണോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് അസ്യൂം ചെയ്യാൻ പറ്റുമെന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കലി അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ് വഴി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൾ ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്ത് രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ പറയുന്നുണ്ട് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ നമുക്കിവിടെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രിഫറൻസസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പം ടീച്ചറിൻ്റെ ഒരു ബിലീഫ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈക്വലി പ്രിഫർ 4 ടൈപ്സ് ഓഫ് ലേണിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ ആകെ 80 കുട്ടികളുണ്ട്. അവരിൽ എല്ലാവരും ഈ 4 കാറ്റഗറീസിനും ഈക്വൽ പ്രിഫറൻസ് ആണ് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടുത്തെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ആകെ 80 നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അവർ ഈ 4 കാറ്റഗറീസിനും ഈക്വൽ പ്രിഫറൻസ് ആണെന്ന് പറഞ്ഞാൽ ഓരോ ഗ്രൂപ്പിൻ്റെയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 20 ആണ്. കാരണം ഇവിടെ പറയുന്നുണ്ട് ഈ പ്രിഫറൻസസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ് എന്ന് പറയുന്നത് കൊണ്ട് ഇഫ് പ്രിഫറൻസസ് ആർ ഈക്വൽ അക്രോസ് 4 കാറ്റഗറീസ്, അപ്പം ഈ 4 കാറ്റഗറീസിലും പ്രിഫറൻസ് ഈക്വൽ ആണ് എങ്കിൽ കാറ്റഗറീസ് ആൻഡ് ഇപ്പോൾ ഇവിടെ എത്ര സ്റ്റുഡൻസ് ആണ് ഉള്ളത്, ടോട്ടൽ 80 സ്റ്റുഡൻസ് ഉണ്ട്. ദർ ആർ 80 സ്റ്റുഡൻസ്. അപ്പം ഈ 80 സ്റ്റുഡൻസിൽ 4 കാറ്റഗറീസിനും ഈക്വൽ പ്രിഫറൻസ് എന്ന് പറയുമ്പം അവിടുത്തെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 80 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 20. അപ്പോൾ നമുക്ക് ഈ ഒരു ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടെസ്റ്റിൽ എല്ലാം ഇങ്ങനെയുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോമാറ്റിലാണ് പറയുന്നത്. അപ്പം ഇവിടെ പറഞ്ഞു ഈക്വൽ ആയിട്ടാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ
എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എല്ലാവർക്കും സെയിം ആണ്. അപ്പം അതേസമയം നമ്മൾ എന്താണ് ഇൻഡിപെൻഡൻസ് കൈ-സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ അവിടെ ഓരോ റോ കോളം വൈസ് നമുക്കിവിടെ എന്താണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണം. അതേസമയം ഗുഡ്നസ് ഓഫ് ഫിറ്റ് എന്ന് പറയുമ്പോൾ ഒറ്റ ഒരു ഫ്രീക്വൻസിയാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ആയിട്ട് കിട്ടുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൈ-സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കുക. കൈ-സ്ക്വയർ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കൈ-സ്ക്വയറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ O മൈനസ് ഇ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ ആണ്. അപ്പം ഇവിടുത്തെ ഓരോ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് ഇപ്പോൾ പറഞ്ഞു ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഫ്രീക്വൻസി 10 ആണ്, സെക്കൻഡ് 30 ആണ്, 25 ആണ്, 15 ആണ് ലാസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പം അതാണ് ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെത് 10 ആണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി. ദാറ്റ് മൈനസ് നമുക്കിവിടെ എല്ലാവരുടെയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എത്രയാണ് 20 വെച്ചിട്ടാണ് കിട്ടിയത്. അപ്പോൾ അതാണ് ഈ O മൈനസ് ഇ എന്ന് പറഞ്ഞ 20 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ അവിടുത്തെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി 20 തന്നെയാണ്. അടുത്ത രണ്ടാമത്തെ മെത്തേഡ്, അതായത് ഗ്രൂപ്പ് ഡിസ്കഷനെ പ്രിഫർ ചെയ്യുന്ന 30 നമ്പർ, അതാണ് അവിടുത്തെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് 30 മൈനസ് 20 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 20 വരുന്നത്. അടുത്ത ലെക്ചർ മെത്തേഡ് ലാബ് വർക്ക് പ്രിഫർ ചെയ്യുന്ന 25 നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞതാണ് 25 മൈനസ് 20 ഡിവൈഡ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 20 എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് എന്താണ് പ്രോബ്ലം ബേസ്ഡ് ലേണിങ്ങിനെ പ്രിഫർ ചെയ്യുന്ന 15 നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അതായത് 15 മൈനസ് 20 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 20. അപ്പോൾ അങ്ങനെ ഓരോ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് കൈ-സ്ക്വയറിൻ്റെ വാല്യൂ 12.5 എന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പം ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു കാര്യം ഓർക്കുക, ഈ ഗുഡ്നസ് ഓഫ് ഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു കണ്ടിജൻസി ടേബിൾ വരില്ല. അതേസമയം കൈ-സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു കണ്ടിജൻസി ടേബിൾ വരും. അപ്പോൾ കണ്ടിജൻസി ടേബിൾ വരുമ്പോഴാണ് റോ മൈനസ് 1 ഇൻറ്റു കോളം മൈനസ് 1 ഇസ് ഈക്വൽ ടു ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇവിടെ ഒരു കണ്ടിജൻസി ടേബിൾ വരാത്തത് കൊണ്ട് തന്നെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ K മൈനസ് 1 ആണ്. അപ്പോൾ ഇവിടെ K എന്ന് പറയുമ്പോഴത്തേക്കും 4 ആണ്, കാരണം നമ്മൾ 4 മെത്തേഡ്സ് ആണ് അവിടെ ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പം 4 മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 3. അപ്പം ആസ് യൂഷ്വൽ ഇവിടെ നമുക്ക് നോക്കേണ്ടത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3ൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0.05 ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ കൈ-സ്ക്വയറിൻ്റെ ടേബിൾ വാല്യൂ നോക്കുക. അപ്പം ആ ഒരു ടേബിൾ വാല്യൂ നിന്ന് കിട്ടുന്നത് നമുക്ക് 7.815 ആണ്. അപ്പം ആ ഒരു 7.815 നമ്മൾ എഴുതി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കമ്പയർ ദിസ് ക്രിട്ടിക്കൽ വാല്യൂ ആൻഡ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ. അത് കമ്പയർ ചെയ്യുമ്പം ഇഫ് ക്രിട്ടിക്കൽ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദ if the calculated value is greater than the critical value, then we can reject the null hypothesis. അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ 12.5 ആയിരുന്നു. ദാറ്റ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ വാല്യൂ ഓർ ദ ടേബിൾ വാല്യൂ 7.815. സോ വി ക്യാൻ റിജക്ട് ദ null hypothesis. അപ്പോൾ ഇവിടെ ഫോർമുലേറ്റ് ചെയ്ത null hypothesis എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ഹാവ് ഈക്വൽ പ്രിഫറൻസ് ഫോർ ഓൾ ഫോർ ആക്ടിവിറ്റീസ് എന്നുള്ളതായിരുന്നു null hypothesis. അപ്പം അത് റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ഹാവ് അൺഈക്വൽ പ്രിഫറൻസസ് ഫോർ ഓൾ ആക്ടിവിറ്റീസ്. കാരണം ഇവിടെ എന്താണ് ഓരോ കുട്ടികളും അല്ലെങ്കിൽ ഈ ഓരോ ഗ്രൂപ്പിലും വരുന്ന കുട്ടികളുടെ പ്രിഫറൻസ് ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ എന്താണ് അൺഈക്വൽ പ്രിഫറൻസ് ആണ് ഇവിടെ. അല്ലെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം ഇപ്പോൾ 20 അതായത് ഈക്വൽ പ്രിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി 20 ആണ്. അപ്പം ഇവിടെ ഫസ്റ്റ് ലെക്ചർ തന്നെ 10 നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ 30, ദെൻ ലാബ് വർക്ക് 25, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് 15. അപ്പം ഒരിക്കലും എന്താണത് കമ്പയറബിൾ അല്ലായിരുന്നു അല്ലേ. അപ്പോൾ അത് സ്റ്റാറ്റിസ്റ്റിക്കലി പ്രൂവ് ചെയ്തു എന്താണ് ഇത് ഈ ഗ്രൂപ്പുകൾ അതായത് അൺഈക്വൽ പ്രിഫറൻസ് ആണ് എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്ന റിസൾട്ട്. അപ്പോൾ ഇതാണ് കൈ-സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഗുഡ്നസ് ഓഫ് ഫിറ്റിൽ വരുന്നത്. അപ്പം ഗുഡ്നസ് ഓഫ് ഫിറ്റും ഇൻഡിപെൻഡൻസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കണ്ടിജൻസി ടേബിൾ ഇല്ല എന്നുള്ളതാണ്. കണ്ടിജൻസി ടേബിളിന് പകരമായിട്ട് അല്ലെങ്കിൽ കണ്ടിജൻസി ടേബിൾ ഇവിടെ നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഈക്വൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയാണ് വരുന്നത്. പിന്നെ ഒരു അടുത്തൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ കാൽക്കുലേഷനാണ് K മൈനസ് 1. മറ്റെടുത്തെന്ന് പറയുമ്പോൾ റോ മൈനസ് 1 ഇൻറ്റു കോളം മൈനസ് 1 ആയിരുന്നു അവിടുത്തെ ഇക്വേഷൻ. ഓക്കെ, പിന്നെ കമ്പാരിസൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഇനി അടുത്ത ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കണ്ടിജൻസി കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് കണ്ടിജൻസി കോഎഫിഷ്യൻറ്റ് എന്ന് പറയുമ്പം കൈ-സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസിൽ നമ്മളിപ്പം അസോസിയേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾസ് പറഞ്ഞു. അപ്പം ആ ഒരു അസോസിയേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം വീക്കാണ് അല്ലെങ്കിൽ എത്രത്തോളം സ്ട്രോങ് ആണ് ആ ഒരു അസോസിയേഷൻ എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടിജൻസി കോഎഫിഷ്യൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കണ്ടിജൻസി കോഎഫിഷ്യൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് കൈ-സ്ക്വയർ ഡിവൈഡഡ് ബൈ കൈ-സ്ക്വയർ പ്ലസ് n എന്നുള്ള ആ ഒരു ഇക്വേഷനാണ്. അപ്പം ആ ഒരു ഇക്വേഷനിൽ ഫസ്റ്റ് നമ്മൾ ആ ഒരു എക്സാമ്പിൾ ചെയ്ത സമയത്ത് അതായത് കണ്ടിജൻസി കൈ-സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസിൽ പറഞ്ഞിരുന്നു. അപ്പം ആ ഒരു ടെസ്റ്റിൽ കൈ-സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂ 16.66 ആയിരുന്നു കിട്ടിയത്. അപ്പോൾ ആ 16 അപ്പോൾ അസോസിയേഷൻ്റെ
അല്ലെങ്കിൽ അസോസിയേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് വീക്കാണോ സ്ട്രോങ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കണ്ടിജൻസി കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള വേരിയബിൾസിൻ്റെ കൈ സ്ക്വയറിൻ്റെ വാല്യൂ 16.66 ആയിരുന്നു. സോ നമ്മൾ ആ ഒരു വാല്യൂ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൈ സ്ക്വയർ 16.66 ഡിവൈഡഡ് ബൈ കൈ സ്ക്വയർ 16.66 പ്ലസ് n എന്ന് പറഞ്ഞാൽ അവിടെ ടോട്ടൽ 100 ആയിരുന്നു. അതായത് ഇപ്പം 2 ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ പാസ് ഫെയിൽ ഇപ്പം അതിൽ ബ്രെയിൻ ബേസ്ഡ് ലേണിങ്ങും അതുപോലെ ട്രഡീഷണൽ മെത്തേഡും ഫോളോ ചെയ്യുന്ന 100 നമ്പർ ഓഫ് സ്റ്റുഡൻസിനായിരുന്നു അങ്ങനെ ഡിവൈഡ് ചെയ്തത്. ആ 100 ആണ് ഇവിടെ വന്നിരിക്കുന്നത്, ഈ ഒരു 100 എന്ന് പറയുന്നത്. അപ്പം കൈ സ്ക്വയർ, ഇപ്പോൾ ഈ നിങ്ങൾ ഒരു കൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്ക്വയർ ചെയ്യാനൊന്നും പോകരുത്. കാരണം കൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ വാല്യൂവിലാണ് കൈ സ്ക്വയർ എന്നുള്ള ആ ഒരു ടേം. അപ്പോൾ അതുകൊണ്ടാണ് 16.66 അല്ലാണ്ട് 16.66 ദ ഹോൾ സ്ക്വയർ എന്നൊന്നും എഴുതാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ കണ്ടിജൻസി കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 0.378 വരും. അപ്പം കണ്ടിജൻസി കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത് 0 to 0.707 ആണ്. അപ്പം 0യുമായിട്ട് ക്ലോസ് ആയിട്ടാണ് നമുക്കൊരു വാല്യൂ കിട്ടുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് വീക്ക് അസോസിയേഷൻ എന്നാണ്. അതേസമയം 0.707 അടുത്തായിട്ട് വാല്യൂസ് ഇട്ടാണെങ്കിൽ അതൊരു സ്ട്രോങ് അസോസിയേഷൻ ആണ്. ഇപ്പം നമുക്കിവിടെ കിട്ടിയത് 0.378, അതായത് ഇൻ ബിറ്റ്വീൻ 0 to 0.707 അതിൻ്റെ ഒരു പകുതി ആ ഒരു ഇതായിട്ട് വരും. സോ നമുക്ക് പറയാൻ പറ്റും ഇതൊരു മോഡറേറ്റ് അസോസിയേഷൻ ബിറ്റ്വീൻ ദ ടു വേരിയബിൾസ് ആണ് ഉള്ളത് എന്നും. അടുത്തതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ സിറ്റുവേഷൻസിൽ ഏതൊക്കെ കൈ സ്ക്വയർ ടെസ്റ്റുകൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമുക്ക് 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണെങ്കിൽ കൈ സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു എക്സാമ്പിൾ ജെൻഡർ ആൻഡ് പ്രിഫേർഡ് ടീച്ചിങ് മെത്തേഡ്. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്താണ് ഗ്രൂപ്പ് കമ്പാരിസൺ വേണ്ടിയിട്ട് ഇൻഡിപെൻഡൻസ് കൈ സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് യൂസ് ചെയ്യാം. തിയറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, അപ്പം അതിൻ്റെ ആ ഒരു തിയറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് കൈ സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അസസിങ് എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് കൈ സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഏതൊക്കെ സിറ്റുവേഷൻസിൽ ഏതൊക്കെ ടെസ്റ്റുകൾ യൂസ് ചെയ്യണം എന്നുള്ളത്. അടുത്ത നമുക്കിപ്പം പറഞ്ഞു കൈ സ്ക്വയർ എന്ന് പറയുമ്പം ഇപ്പം ഏതൊക്കെ ആസ്പെക്റ്റുകൾ, അതായത് കാറ്റഗറിക്കൽ അല്ലെങ്കിൽ നോമിനൽ ഡേറ്റാസ് വരുമ്പോഴാണ് കൈ സ്ക്വയർ, കാറ്റഗറിക്കൽ ഓർ നോമിനൽ ഡേറ്റ. നമ്മളിപ്പോൾ നോൺ പാരാമെട്രിക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ്. അതേസമയം ടി അല്ലെങ്കിൽ അനോവ എന്ന് പറയുമ്പോൾ ഇപ്പം കൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് ടി ടെസ്റ്റ് അല്ലെങ്കിൽ അനോവയ്ക്ക് പകരം കൊടുക്കാൻ പറ്റുന്ന ഒരു നോൺ പാരാമെട്രിക്കാണ്. അപ്പം ടി അല്ലെങ്കിൽ അനോവ എന്ന് പറയുമ്പോൾ ന്യൂമറിക്കൽ അല്ലെങ്കിൽ ഇൻ്റർവൽ റേഷ്യോ സ്കെയിലാണ് ആ ഒരു പാരാമെട്രിക്ക് വരുന്നത്. ഈ കൈ സ്ക്വയർ എന്ന് പറയുന്ന നോൺ പാരാമെട്രിക്ക് കാറ്റഗറിക്കൽ അല്ലെങ്കിൽ ഓർഡിനലിൽ വരും. പിന്നെ ഇവിടുത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു കൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ നോൺ പാരാമെട്രിക് ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ് പ്രത്യേകിച്ച് ഒരു പോപ്പുലേഷൻ ഒരു അസംഷൻ അവിടെ ആവശ്യം വരുന്നില്ല അല്ലേ. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. അതേസമയം ടി അല്ലെങ്കിൽ അനോവ എന്ന് പറയുമ്പോഴത്തേക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്നുള്ളൊരു അസംഷൻ വരുന്നുണ്ട്. അതുപോലെ ഹോമോജിനിറ്റി ഓഫ് വേരിയൻസും അവിടെ ആപ്ലിക്കബിൾ ആണ്. പിന്നീട് ഇവിടുത്തെ ഡേറ്റ ഫോർമാറ്റ് ഏത് ടൈപ്പ് ഓഫ് ഡേറ്റ ഫോർമാറ്റ് ആണെന്ന് ചോദിച്ചാൽ ഫ്രീക്വൻസി കൗണ്ട്സ് ഇൻ കാറ്റഗറീസ് ആയിരിക്കും വരുന്നത്. ഇപ്പം ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് ടി അല്ലെങ്കിൽ അനോവ എന്ന് പറയുമ്പോഴത്തേക്ക് റോ സ്കോറോ അല്ലെങ്കിൽ മീൻ വാല്യൂസൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കൈ സ്ക്വയറിൻ്റെ ടിപ്പിക്കൽ യൂസ് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ യൂസ് നമ്മൾ 2 ടൈപ്സ് ഓഫ് കൈ സ്ക്വയർ പറഞ്ഞത് തന്നെയാണ്. അതായത് കൈ സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് കൈ സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആണ്. പിന്നെ ഈ ഒരു ടി അല്ലെങ്കിൽ അനോവ വരുമ്പോഴത്തേക്ക് നമ്മളവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കമ്പയറിങ് മീൻ അല്ലേ. 2 ഗ്രൂപ്പുകൾ അവ തമ്മിലുള്ള മീനിൻ്റെ ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ആ മീനുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടി അല്ലെങ്കിൽ അനോവ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു ഒരു കൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ നോൺ പാരാമെട്രിക് ആയതുകൊണ്ട് തന്നെ അതൊരു ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ആണെന്ന് പറയാം. മറ്റൊന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യണം പാരാമെട്രിക് ആയതുകൊണ്ട്. ഓക്കെ, ഇവിടുത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ കൈ സ്ക്വയർ ആണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ടി അല്ലെങ്കിൽ എഫ് ആണ് അവിടെ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ഓക്കെ, അതുപോലെ ഗുഡ്നെസ് ഓഫ് ഫിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമെട്രിക് ഏതാണ്? ഗുഡ്നെസ് ഓഫ് ഫിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമെട്രിക്കാണ് 1 സാമ്പിൾ ടി ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ്, ഇപ്പം ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റും നമുക്കിവിടെ പാരാമെട്രിക്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയാണ് 2 ടൈപ്സ് ഓഫ് കൈ സ്ക്വയർ ടെസ്റ്റിനെ കുറിച്ചിട്ടുള്ളത്.